ഖത്തറിന്റെ മണ്ണിൽ ഇനി വേൾഡ് കപ്പിന്റെ പന്തുരുളാൻ. ആകാംക്ഷകൾക്കും കാത്തിരിപ്പിനും വിരാമമിട്ട് ലോകകപ്പ് ഫുട്ബോളിൽ നിന്ന് ഖത്തറിൽ പന്തുരുളും. ഖത്തർ ലോകകപ്പിനായി ഷിപ്പിംഗ് കണ്ടെയ്നറുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റേഡിയത്തിനായി കഴിഞ്ഞ ദിവസമാണ് ജില്ലയിലെ ഫുട്ബോൾ പ്രേമികൾ കാണാൻ കാത്തിരുന്ന പടയോട്ടത്തിനായി ഇന്ന് കളമൊരുങ്ങുകയാണ്. ഇന്ന് കളി മൈതാനം കാത്തിരിക്കുന്നത് ഒരു യഥാർത്ഥമായ ഗോൾ. ശരിക്കും ഉണ്ടല്ലോ, ഈ ഫിഫ വേൾഡ് കപ്പ് ലോക രാജ്യങ്ങളിലെല്ലാവരും ജാതി ഭേദം തന്നെ ആഘോഷിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് കേട്ടോ. ഉത്സവം കഴിഞ്ഞ് കൊടിയിറങ്ങി ഖത്തറിലെ ആഘോഷങ്ങളെക്കുറിച്ചും ഖത്തറിലെ ഒരുക്കങ്ങളെക്കുറിച്ചും ഒരുപാട് ന്യൂസ് നമ്മൾ ഈ ഇടയ്ക്ക് കേട്ടു. അവരുടെ സ്റ്റേഡിയത്തെക്കുറിച്ചും അവിടുത്തെ പ്രത്യേകതകളെക്കുറിച്ചും അങ്ങനെ തുടങ്ങി പല ന്യൂസുകളാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ ഇന്ത്യക്കാരെക്കുറിച്ചും മലയാളികളുടെ സാന്നിധ്യത്തെക്കുറിച്ചും ഒരുപാട് ന്യൂസുകൾ വന്നിരുന്നു. അതിലൊന്നാണ് ഫിഫ ഗാനങ്ങൾക്ക് പിന്നിലെ ഒരു മലയാളി സൗണ്ട് എഞ്ചിനീയറിൻ്റെ. അങ്ങനെ ഒരു ന്യൂസ് കേട്ടാൽ നമുക്ക് ആ സൗണ്ട് എഞ്ചിനീയർ നേരിട്ട് കാണണ്ടേ? ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്ക്. ലോകകപ്പ് ഗാനങ്ങൾ മുഴുവൻ ഖത്തറിൽ തന്നെ അണിയിച്ചൊരുക്കണമെന്ന് ഫിഫയ്ക്കും ഖത്തറിനും നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഹയ ഹയ അർഹാബു തുടങ്ങി മുഴുവൻ ലോകകപ്പ് ഗാനങ്ങളിലും സൗണ്ട് എഞ്ചിനീയറിംഗ് സഹായിയായി പത്തനംതിട്ട സ്വദേശിയായ ഡാനി രാജൻ. സമാപന ചടങ്ങുകൾക്കും സൗണ്ട് എഞ്ചിനീയറായി ഡാനി ഉണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ അല്ലേ? നമുക്കെന്നാ ആ ന്യൂസിലെ ഡാനി ഒന്ന് നേരിട്ട് കണ്ടേക്കാം. ഹലോ ഡാനി. ഹായ് 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 ഹായ്. സുഖമായിരിക്കുന്നു. എന്തുണ്ട് വിശേഷം? സുഖം. എന്തുണ്ട് അവിടുത്തെ ജോലിയും കാര്യങ്ങളൊക്കെ? ബിസി ആയിരുന്നു ഇപ്പോൾ? ഇവിടെ ഇപ്പം കുറച്ച് റിലാക്സ്ഡ് ആണ്. പക്ഷേ ലാസ്റ്റ് ഒരു 1 year ആയിട്ട് വേൾഡ് കപ്പിന്റെ തിരക്കെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയിക്കൊണ്ടിരിക്കുന്നു. അതെ ഫ്രീ ആയിക്കൊണ്ടിരിക്കുന്നു. അതെ. നാട്ടിലെവിടെയാ ഡാനി? നാട്ടില് അടൂര്, പത്തനംതിട്ട. ഓക്കെ. കുറെ നാളായോ ഖത്തറിലോട്ട് മൈഗ്രേറ്റ് ചെയ്തിട്ട്? ഞാൻ ഖത്തറിൽ തന്നെയാണ് ജനിച്ച് വളർന്നത്. എൻ്റെ ഫാദർ ഇവിടെ ഓൾമോസ്റ്റ് 30 years ആയി ഇവിടെ ജോലി ചെയ്യുന്നു. അതെ. അപ്പം എല്ലാവരും ഫാമിലി ആയിട്ട് ഇവിടെ തന്നെ. അടിപൊളി. ഓക്കെ. ഇപ്പം നമ്മൾ ഇൻട്രോ പറഞ്ഞ പോലെ വേൾഡ് കപ്പ് ഗാനങ്ങളിൽ ഖത്തർ വെച്ച് നടന്ന 2022 വേൾഡ് കപ്പ് ഗാനങ്ങളുടെ പിന്നിലെ സൗണ്ട് എഞ്ചിനീയറാണ് മലയാളി എന്ന നിലയ്ക്ക്. എന്ത് തോന്നുന്നു ഈ സാഹചര്യത്തിൽ? ആക്ച്വലി വേൾഡ് കപ്പിന് വേണ്ടി വർക്ക് ചെയ്യാന്ന് ഒരു ഫീൽ ഇല്ലായിരുന്നു. ആക്ച്വലി നമ്മൾ ജസ്റ്റ് നോർമൽ ഒരു ജോലി പോലെ തന്നെ ചെയ്യായിരുന്നു. പിന്നെയാണ് വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി വേൾഡ് കപ്പിന് വേണ്ടിയാണ് ജോലി ചെയ്തതെന്നുള്ളൊരു ഫീൽ വന്നു. യെസ്. ഓക്കെ. അപ്പോൾ എനിക്കൊന്നും ഒരു ലോങ് ടൈം സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 year മുമ്പ് സ്റ്റാർട്ട് ചെയ്ത ഇവന്റ്. അതെ. വർക്കൊക്കെ ഡെമോസ് ഒക്കെ ഉണ്ടാക്കി തുടങ്ങിയായിരുന്നു. 1.5 years ആയപ്പം ഡെമോസ് ഒക്കെ ഉണ്ടാക്കി. ഒരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റിലാണ് കൈ വെച്ചുകൊണ്ടിരുന്നത്. അതെ. ഓക്കെ. എങ്ങനെയാ ഈ സൗണ്ട് എഞ്ചിനീയർ? നോർമലി എല്ലാവരും മെഡിക്കൽ അല്ലെങ്കിൽ അല്ലാത്ത എഞ്ചിനീയറിംഗ് പോകുമ്പോൾ എങ്ങനെയാണ് സൗണ്ട് എഞ്ചിനീയറിംഗിലാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പാഷൻ ഉള്ളതെന്ന് എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? സൗണ്ട് എഞ്ചിനീയറിംഗ് സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ അക്കാഡമിക്സിൽ വളരെ മുന്നോട്ടായിരുന്നുകൊണ്ട് അങ്ങനെ അപ്പം കൊച്ചിലെ മുതൽ മ്യൂസിക് ഭയങ്കര താല്പര്യമുള്ള ഒരു സൈഡായിരുന്നു. അപ്പം അങ്ങനെ അപ്പോൾ പാരൻസ് നോക്കിയപ്പോൾ ഇപ്പോൾ വേറെ അക്കാഡമിക്സിൽ അത്രയും മുൻപോട്ട് നിൽക്കുന്നതുകൊണ്ട് വേറെ എന്തിനു വേണ്ടി വിടാനാന്ന് പറഞ്ഞ് അങ്ങനെ ആക്ച്വലി സൗണ്ട് എഞ്ചിനീയറിംഗിലേക്ക് വന്നതാണ്. അത് ഇങ്ങനെ ഒരു ഭാഗ്യത്തിൽ എത്തിച്ചു. അതെ. എനിക്കൊന്നു ഈ ഒരു കട്ടാര സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്തുകൊണ്ടൊരു ഭാഗ്യമായിട്ട് കരുതാം അല്ലേ? അതെ. ഇവിടെ എന്തായാലും ഇവിടെ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ ഇവിടെ ഇങ്ങനെ ഇത്രയും വലിയ പ്രോജക്റ്റ് വരുമോ ഒന്നും അറിയില്ലായിരുന്നു. ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഓരോരോ പ്രൊജക്ട്സ് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ആക്ച്വലി ശരിക്കും ഒരു ഭാഗ്യം. റിയലി അതൊരു ഭാഗ്യം തന്നെയാണ്. അതെ. നമ്മുടെ ജോലിയിലോട്ട് കുറച്ച് ഇൻട്രസ്റ്റ് നമ്മൾ കൂട്ടും. ഭയങ്കര ചാലഞ്ചിങ്. ഇപ്പം ഇനി കുറച്ച് വേൾഡ് കപ്പ് വിശേഷങ്ങളായാലോ? ഷുവർ. ഓക്കെ. അപ്പം ഇങ്ങനെ ഈ വേൾഡ് കപ്പ് ഗാനങ്ങളിൽ പിന്നിൽ വർക്ക് ചെയ്തപ്പം ഒരുപാട് മ്യൂസിക് ടീമിലുള്ള ആൾക്കാരെ പരിചയപ്പെട്ട് കാണാം, അല്ലെങ്കിൽ ഈ സിംഗേഴ്സിനെയൊക്കെ മീറ്റ് ചെയ്ത് കാണുമല്ലോ. അതിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാവോ? ബേസിക്കലി എല്ലാവരും ലൈക്ക് എല്ലാ ആർട്ടിസ്റ്റുകളും ആക്ച്വലി വർക്ക് ചെയ്യുന്ന രീതി ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ലൈക്ക് അപ്പോൾ അവരുടെ എല്ലാം രീതികൾ കാണാനും അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു ആക്ച്വലി. ലൈക്ക് അവരെ കാണുന്നതിനേക്കാളും അവർ വർക്ക് ചെയ്യുന്ന രീതികൾ ഭയങ്കര വ്യത്യാസം. എല്ലാം ഭയങ്കര വ്യത്യാസമാണ്. ചിലവർ കുറേ ടൈം എടുത്ത് വർക്ക് ചെയ്യും, ചിലവർ പെട്ടെന്ന് പണി തീർത്ത് പോവും. ലൈക്ക് ഒരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഓരോരുത്തരോട് വർക്ക് ചെയ്യുമ്പോൾ. എനിക്കൊന്ന് ഓവറോള് എനിക്ക് തോന്നുന്നു ഫിഫ സോങ്സുകൾ എനിക്ക് തോന്നുന്നു 6-8 സോങ്സ് അല്ലേ? അപ്പം ഇവരെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. എങ്ങനെ അതിന്റെ? ഓൾമോസ്റ്റ് എല്ലാവരും മീറ്റ് ചെയ്തു. പക്ഷേ റെക്കോർഡിംഗ് വൈസ് ആണെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജസ് എല്ലാം നമ്മൾ ഡെമോസ് അയച്ചു കൊടുത്ത് അവരുടെ സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്ത് നമുക്ക് അയച്ചു തരായിരുന്നു. പിന്നെ വീഡിയോ ഷൂട്ടിങ്ങിനാണ് ആക്ച്വലി എല്ലാവരും ഖത്തറിലേക്ക് വന്നത്. പിന്നെ ഓപ്പണിംഗ് ക്ലോസിംഗ് സെറമണിക്കും എല്ലാവരും ഖത്തറിലേക്ക് വന്ന് അവരുടെ റെക്കോർഡിംഗ് ഇവിടെ നിന്നാണ് ചെയ്തത്.
ഓക്കെ, അതെല്ലാം ഈ ഖത്താർ സ്റ്റുഡിയോ ആണ് അതെ ഏറ്റെടുത്ത് അതെ നടത്തിയത് അതെ അല്ലേ? അതെ അതെ മൊത്തം ഓക്കെ ഈവൻ ഓപ്പണിംഗ് ക്ലോസിംഗ് സെറമണി മൊത്തം നമ്മൾ തന്നെ ചെയ്തത് ഓക്കെ. ആ കട്ടാറ സ്റ്റുഡിയോസ്. ബിഗ് ഇവന്റ് ഫുള്ള് നിങ്ങളുടെ അണ്ടറിൽ കൂടെയാണ് പോയത്. യാ യാ അതെ അതെ. ഓക്കെ ഓക്കെ. ഈ ഗാനങ്ങൾ ഏറ്റവും ഇഷ്ടം തോന്നിയ ഈ ചെയ്ത വർക്കുകൾ ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു ഗാനം ഏതാണ്? എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അർഹബോ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അർഹബോ. ഓക്കെ ഓക്കെ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ ചെയ്തിരിക്കുന്നത് ഗിംസ്. ഇംഗ്ലീഷ് അല്ല ആക്ച്വലി, ഫ്രഞ്ചും സ്പാനിഷും ആണ്. അപ്പോൾ ഒസൂന ആൻഡ് ഗിംസ് ഇവർ രണ്ടുപേരും മെയിൻ ഓക്കെ ആണ് അതിൽ ഹൈലൈറ്റ്. ഓക്കെ. ഇവരെ മീറ്റ് ചെയ്തായിരുന്നോ? മീറ്റ് ചെയ്തു അവരെ ഓക്കെ ഗിംസിൻ്റെ കൂടെ റെക്കോർഡ് ചെയ്യാൻ പറ്റി. ഓക്കെ. ഇനി ഒസൂനയുടെ അത് കൂടെ കഴിഞ്ഞ വർക്ക് ചെയ്തു. അടിപൊളി അടിപൊളി. ഈ ഒരു 1.5 ഇയർ ഇത്രയും സോങ്സ് വർക്ക് ചെയ്തു, ഈ ഒരു 5-6 എനിക്കൊന്ന് അതിൽ കൂടുതൽ പാട്ടുകൾ റെക്കോർഡ് നമ്മൾ ചെയ്തിട്ടുണ്ടാവും. ആക്ച്വലി പക്ഷേ 12-13 സോങ്സ് ആക്ച്വലി മൊത്തത്തിൽ റെക്കോർഡ് ചെയ്തു. ഓക്കെ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ഒരു 5 സോങ്സ് അവർ പുറത്ത് പുറത്തിറക്കിയത്. വന്നേക്കുന്നത്, യെസ് ഒഫീഷ്യൽ യെസ് ആയിട്ട് യെസ് വന്നേക്കുന്നത്. ഈ യെസ്. 5 സോങ്സ് തന്നെ ഏറ്റവും എഫോർട്ട് ഇട്ട്, അല്ലെങ്കിൽ എന്താണ് ഒരു ഓവർ വർക്ക് ചെയ്യേണ്ടി വന്നു, അല്ലെങ്കിൽ അതിന് ഒരുപാട് എഫോർട്ട് ഇട്ട് ചെയ്ത ഏതാ? അങ്ങനത്തെ ഇതിൻ്റെ എക്സ്പീരിയൻസ് വല്ലതും? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്രൊഡ്യൂസർ റെഡ് വൺ ഒരു മൊറോക്കൻ ആർട്ടിസ്റ്റാണ്. ഓക്കെ പുള്ളിയുടെ വർക്കിംഗ് രീതി എന്ന് വെച്ചാൽ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പുള്ളി ലൈക്ക് എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആണ്. അപ്പം നമുക്ക് വലിയ ഹെക്ടിക് വർക്കായിട്ട് വരുന്നില്ല. നമ്മൾ ജസ്റ്റ് റെക്കോർഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഒരു പുള്ളിയുടെ കൈ സിസ്റ്റമാറ്റിക് കൊടുക്കുക. ആണ്, യെസ്, അതിനെ ഭയങ്കര ഫോളോ ചെയ്താൽ സിസ്റ്റമാറ്റിക്. മതി. യെസ് നമ്മൾ ആ സിസ്റ്റം ഫോളോ ചെയ്താൽ മതി. പിന്നെ പുള്ളിയുടെ ഓക്കെ ടീമിൽ തന്നെ ഉണ്ട് ഒരു 5-6 പേരുണ്ട്. അപ്പം ഓക്കെ. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ അവരെ ഹാൻഡിൽ ചെയ്ത് അവർ, അപ്പം നമുക്ക് ഭയങ്കര ബോധർ ചെയ്യേണ്ട ഈസിയാണ്. ആവശ്യമില്ല. നമുക്ക് അതിലൊന്നും പോരേണ്ട ആവശ്യമില്ല. സോ ഹി വിൽ ബി എക്സ്പീരിയൻസ് മാൻ. സോ യാ പുള്ളിക്ക് യാ അറിയാവുന്ന രീതി. പുള്ളിയാണ് ഈ റിയൽ മാഡ്രിഡിന്റെ പാട്ടൊക്കെ പുള്ളിയാണ് ആക്ച്വലി ഓ ഉണ്ടാക്കിയത്. അപ്പം അങ്ങ് ഓക്കെ കുറച്ച് ലൈക്ക് പുള്ളി നല്ല സിസ്റ്റമാറ്റിക് ആണ് ആള്. നല്ല ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡാനിക്ക് കിട്ടിയ ഒരു ഒരു ഹെവി എക്സ്പ്ലോഷർ തന്നെയാണ്, ഒരു യാ വേൾഡ് ലെവൽ എക്സ്പോഷർ എക്സ്പ്ലോഷർ അടിപൊളിയാണ്. തന്നെയാണ്. യാ ഓക്കെ. ഭയങ്കര ഇനി എക്സ്പോഷർ. മുന്നോട്ട് ഇനി എവിടെ കൈ വെക്കാനും ഒരു പേടിയും പേടിക്കേണ്ട അതെ ആവശ്യമില്ല. അതെ 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 കുറേ ഈ ഒരു 1 ഇയറിനകത്ത് കുറേ ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. ഒരു ഓക്കെ ഓക്കെ. അത് ദാറ്റ്സ് നമുക്ക് ഗുഡ്. അല്ലെങ്കിൽ നേരത്തെയൊക്കെ നമുക്കൊരു ആർട്ടിസ്റ്റ് നമ്മുടെ മുമ്പോട്ട് വരുമ്പോൾ നമുക്കൊരു പേടിയാണ്. ഓക്കെ, എന്താണ് ഓക്കെ. എക്സ്പെക്ട് ചെയ്യേണ്ടത്, എങ്ങനെ ഡീൽ ചെയ്യും, യെസ് എങ്ങനെ അവരെങ്ങനെയായിരിക്കും ഡീൽ ചെയ്യണം. യെസ്, ഈ സൗണ്ട് എഞ്ചിനീയർ മെയിനായിട്ട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നാണ് ആക്ച്വലി. ഈ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എങ്ങനെ അവരായിട്ട് ഡീൽ ചെയ്യണം, അവരെങ്ങനെ കംഫർട്ടബിൾ ആക്കണം, യാ അതാണ് മെയിൻ. യാ. അപ്പോൾ ആ കാര്യത്തിൽ കുറേയൊക്കെ പഠിക്കാൻ പറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ അടിപൊളി. Yeah. എനിക്ക് ഇവരുടെ കൂടെ കുറെ സെൽഫി ഒക്കെ ഞാൻ കണ്ടിരുന്നു അല്ലേ? അങ്ങനെ നമ്മൾ ഈ ജോലി സമയത്ത് നമ്മൾ അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ലൈക്ക് ചിലവർ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ എടുക്കുക എന്നല്ലാതെ നമ്മളങ്ങനെ ചോദിക്കാറില്ല പൊതുവേ. ലൈക്ക് ജോലി സമയത്ത് അടിപൊളി. കുറച്ച് ഓക്കെ. പ്രൊഫഷണൽ ഇതല്ലേ. അപ്പം അപ്പോൾ നിങ്ങൾ വേൾഡ് കപ്പിന്റെ ടൈമിലും സ്റ്റേഡിയത്തിൽ അവൈലബിൾ ആയിരുന്നു, അവിടെ കളി കാണാനും, അല്ലെങ്കിൽ ലൈവിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നോ? ഞങ്ങൾ ആക്ച്വലി മെയിനായിട്ട് ഓപ്പണിംഗ് ക്ലോസിംഗ് സെറമണിയാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പം അതിന് ഓക്കെ രണ്ടും ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഉണ്ടായിരുന്നു. ഫൈനൽസിനും ഇതിനും ഉണ്ടായിരുന്നു. അപ്പോൾ കളിയൊക്കെ കാണാൻ പറ്റി. അതെ ഫൈനൽസ് കണ്ടു. ഏത് ടീമിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെ ഏതാണ് ഇഷ്ടപ്പെട്ട ഇപ്പം ടീം? ഫ്രാൻസിനായിരുന്നു സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പം ഓക്കെ ഓക്കെ ഓക്കെ. ഇനിയൊരു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനിയൊരു ബിഗ് ബഡ്ജറ്റ് പ്രോജക്റ്റ് ഏതാണ്, അല്ലെങ്കിൽ ഇപ്പം ഒരു നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഒന്ന് ഏതാണ് ഇനി വരാൻ അടുത്ത പോകുന്നത്? പൈപ്പ് ലൈനിൽ ഇനി ഉള്ളത് നെക്സ്റ്റ് മന്ത് നമുക്ക് ഇവിടുത്തെ നാഷണൽ സ്പോർട്സ് ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ ഖത്തർ എല്ലാവരും. ഖത്തറിൻ്റെ നാഷണൽ സ്പോർട്സ് ഡേ ഉണ്ട്. പിന്നെ അത് ഇനി നിങ്ങളുടെ അണ്ടറിൽ ഇവൻറ്റ്സ് തന്നെ? വരുന്ന അതിൻ്റെ പണിയിലാണ് ഇപ്പം. ഓക്കെ പിന്നെ കുറേ ഇവൻറ്റ്സ് ആക്ച്വലി വരുന്നുണ്ട്. ഏഷ്യ കപ്പും അങ്ങനെ കുറേ. പിന്നെ ഫിഫ ഈ ക്ലബ് വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതും ഇപ്രാവശ്യം റെഡ് വൺ തന്നെയാണ് ചെയ്യുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അപ്പോൾ അതും തിരക്കിട്ട ദിവസങ്ങളാണ് മുന്നോട്ട് അതെ വരുന്നത്. അതെ അതെ അതെ. ഈ ഫിഫ വേൾഡ് കപ്പിന്റെ സോങ്സ് അല്ലാതെ ഒരു ബിഗ് ബഡ്ജറ്റ് കൈവച്ചത് ഏതാണ്? പിന്നെ ഞങ്ങൾ ആക്ച്വലി ഇവിടെ കുറേ മൂവീസ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടെ മൂവീസ്. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഡിസൈനിങ്, അതിൻ്റെ റെക്കോർഡിങ്, ഡബിങ് എല്ലാം ഇവിടെ ഓക്കെ ചെയ്യും. പിന്നെ അല്ലാതെ സോങ്സ് കുറേ വലിയ ആർട്ടിസ്റ്റുകൾക്ക് സോങ്സ് ഓക്കെ വെച്ചു. ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടാതെ ഒരു ബിഗ് ബഡ്ജറ്റ് ആയിട്ട് ഫിഫ വേൾഡ് കപ്പിന്റെ ഗാനങ്ങൾ അല്ലാതെ നിങ്ങൾ ചെയ്ത ഡാനി കൈവച്ച കാര്യങ്ങൾ ഏതൊക്കെയാ? ഞങ്ങൾ ആക്ച്വലി ഈ സ്റ്റുഡിയോയുടെ ലൈക്ക് ഇനീഷ്യൽ സ്റ്റേജസിൽ നമ്മൾ ആക്ച്വലി സ്റ്റുഡിയോ ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ആക്ച്വലി റഹ്മാനെ കൊണ്ടുവന്നത്. റഹ്മാൻ്റെ ഒരു വലിയ ഷോ ഉണ്ടായിരുന്നു. ഓക്കെ അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റിലെ അത് ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേജിങ് ഉള്ള 92 മീറ്റേഴ്സ് 93 മീറ്റേഴ്സ് സ്റ്റേജ് ആയിരുന്നു. അടിപൊളി. അത് ആക്ച്വലി പുള്ളിയുടെ ഫുൾ ടീം വന്ന് ഇവിടെ ഖലീഫ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലായിരുന്നു. ഈ ഫിഫ വേൾഡ് കപ്പ് നടന്ന ഒരു സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിലായിരുന്നു കോൺസേർട്ട് നടന്നത്. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ. പിന്നെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? മീറ്റ് ചെയ്ത് പിന്നെ അതുപോലെ പിന്നെ നമുക്ക് കുറേ ഇന്റർനാഷണൽ പ്രോജക്ട്സ് വരുന്നത് ഈ ഫൈനൽ ഫാന്റസി അല്ലെങ്കിൽ സ്ക്വയർ ഇനിക്സ് ഗെയിംസിന്റെ അതിന്റെ ഓർക്കസ്ട്ര വർക്ക്സ് ചെയ്യുന്നുണ്ട്. മ്യൂസിക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇവിടെ.
പിന്നെ റോളിംഗ് സ്റ്റോൺസ്, പഴയ റോളിംഗ് സ്റ്റോൺസ്, സ്ലാഷ്, റോക്ക് ആൻഡ് റോൾ എല്ലാം ഇവിടെ റീമാസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, പറഞ്ഞു വന്ന തുടർന്നെല്ലാം വലിയ വലിയ അതെ അതെ അല്ല, നല്ല ഇതിന്റെ കൂടെ exposure വർക്ക് ശരിക്കും. അതെ 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 ഇതിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത്രേ ഉള്ളൂ. Main thing. Yeah, ഈ yeah. ഡാനി അല്ലാതെ ലൈക് ടീമില് മലയാളീസ് ഉണ്ടോ വേറെ? ടീമിൽ ആക്ച്വലി സ്റ്റുഡിയോ റണ്ണേഴ്സ് ഉണ്ട്, പിന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള സ്റ്റുഡിയോ റണ്ണേഴ്സ് ഉണ്ട്, പിന്നെ അക്കൗണ്ട്സിലും മലയാളീസ് ഉണ്ട്, ടെക്നിക്കൽ ടീമിൽ മലയാളീസ് ഉണ്ട്. അപ്പൊ ഒരുപാട് മലയാളീസ് ഒരു കൈവെക്കും ആറ് പേരോളം ഉണ്ട് ഇവിടെ. ഉണ്ട്. ഓക്കെ, അതെ, അതെ. അടിപൊളി. ഓക്കെ, സൗണ്ട് എഞ്ചിനീയർ എന്ന് ഭാഗം സംസാരിച്ചപ്പോൾ നോർമലി സൗണ്ട് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു അതെന്താ പഠിക്കാനുള്ളത്, അല്ലെ അത് പഠിക്കുന്നത് എന്താ, അല്ലെ അത് ആ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ Yeah, നമുക്ക് yeah. പുതിയ തലമുറയിൽ ആരെങ്കിലും സൗണ്ട് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സൗണ്ടിന്റെ മ്യൂസിക്കിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ചാടിക്കറി അതെ വരാം. അതെ. സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വലി ഓഡിയോ പ്രൊഡക്ഷൻ എന്നാണ് വിളിക്കുന്നത്. കോഴ്സ് Okay. ഞാൻ പഠിച്ച കോഴ്സ് ഓഡിയോ പ്രൊഡക്ഷനാണ്. ഞാൻ ആക്ച്വലി ലിവർപൂളിലാണ് പഠിച്ച SAE-ൽ. അടിപൊളി. അവിടെ ആക്ച്വലി നമ്മൾ പഠിക്കുന്നത് വെച്ചാൽ മ്യൂസിക് പ്രൊഡക്ഷനും ഒരു ബേസിക് ടച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാതെ സൗണ്ട് എഞ്ചിനീയറിംഗ് എന്ന് വെച്ചാൽ നമുക്ക് കുറേ ഡൈവേഴ്സിറ്റീസ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമുക്ക് റേഡിയോയിലേക്ക് പോകാം, റേഡിയോ ടോട്ടലി വേറെ ലൈൻ ഓഫ് വർക്കാണ്, ലൈവ് ടോട്ടലി വേറെ ലൈൻ ഓഫ് വർക്കാണ്, TV വേറെ ലൈൻ ഓഫ് വർക്കാണ്, സ്റ്റുഡിയോ വേറെ ലൈൻ ഓഫ് വർക്കാണ്. അപ്പം നമുക്ക് ആക്ച്വലി ഈ കോഴ്സിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ എല്ലാത്തിലും ഒന്ന് ടച്ച് ബേസ് ചെയ്യും. എന്നിട്ട് Okay. പിന്നെ നമ്മളാണ് Choose ചെയ്യണ്ടേ. ജോലി കിട്ടുമ്പോൾ നമ്മളാണ് ആക്ച്വലി ചൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഏത് സൈഡിലേക്കാണ് പോകേണ്ടത് നമ്മൾ പിന്നെയാണ് ചൂസ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പം ഡാനി ചൂസ് ചെയ്ത ഈ ഒരു മേഖലയാണ് അല്ലേ? ഞാൻ Music ആക്ച്വലി എടുക്കാൻ. അങ്ങനെ ചൂസ് ചെയ്തതല്ല, എനിക്ക് ജോലി കിട്ടി, ഞാൻ അങ്ങനെ ഫസ്റ്റ് ജോലി കിട്ടി, അങ്ങനെ എനിക്ക് സ്റ്റുഡിയോ തന്നെ ആയിരുന്നു താല്പര്യം. പക്ഷേ ലൈക്ക് Okay. ഞാൻ എവിടെ ജോലി കിട്ടിയാലും കയറും എന്നുള്ള രീതിയിലായിരുന്നു ആക്ച്വലി വന്നത്. പക്ഷേ പക്ഷെ ലക്ക് ഇങ്ങനെയാണ് വന്ന് ഇങ്ങനെ വന്നു. അതെ, ഇനിയിപ്പം അപ്പൊ സ്റ്റുഡിയോ അതെ അതെ. ഓക്കെ, ഓക്കെ, അടിപൊളി. അപ്പൊ ലിവർപൂളിൽ പോയി പഠിച്ചു ലൈക്ക് ഫുട്ബോൾ പ്രേമി ആയതുകൊണ്ടാണോ ലിവർപൂളിലൊക്കെ അല്ല അല്ല ലിവർപൂൾ ആക്ച്വലി ഞാൻ ലണ്ടനിലായിരുന്നു ഫസ്റ്റ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. പക്ഷെ പിന്നെ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഒക്കെ കാരണമാണ് ലിവർപൂളിലേക്ക് പോയത്. അതെ, അതെ. നല്ല എക്സ്പ്ലോഷൻ ആണല്ലോ ലൈക്ക് അതെ അതെ, അയ്യോ അടിപൊളി, നല്ലൊരു സ്ഥലമാണ് ലിവർപൂൾ. കാണാനും കുറെ കാണാനുണ്ട്. നല്ല, പക്ഷെ മാച്ച് ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് അത് അങ്ങനെയും പറയാം. അടിപൊളി. അപ്പൊ ഡാനി ഇപ്പം സൗണ്ട് എഞ്ചിനീയർ ആയി ഇങ്ങനെ ഒരു സ്റ്റേജ് വരെ എത്തി. എന്താണ് ഒരു ഫ്യൂച്ചർ അംബിഷൻ, എന്താവണം, അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു കരിയർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പം ആക്ച്വലി ഞാൻ ഖത്തറിൽ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് എക്സ്പ്ലോർ ചെയ്യാണ്. ബിക്കോസ് ഇപ്പം ഖത്തർ ആക്ച്വലി ഒരു ഹോട്ട്സ്പോട്ട് പോലെയാണ്. ഇപ്പം വേൾഡ് കപ്പ് കഴിഞ്ഞ് അപ്പം ഇവിടെ ഇനിയും പ്രൊജക്ട്സ് ഇനി ഇവിടെ പ്രൊജക്ട്സ് ഇനിയും വരാൻ ചാൻസ് കൂടുതലാണ്. ഇവിടെയും മിഡിൽ ഈസ്റ്റ് പൊതുവെ ഈവൻ സൗദി അടുത്ത വേൾഡ് കപ്പ് നോക്കുന്നുണ്ട്. അപ്പം സോ ഈ മിഡിൽ ഈസ്റ്റ് ഒരു ഹോട്ട്സ്പോട്ടാണ് ആക്ച്വലി ഇപ്പം. അപ്പം ഞാൻ ഇവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇതിലാണ് ഇപ്പം. അടുത്ത വേൾഡ് കപ്പ് ഞങ്ങൾ അമേരിക്കയില, ഞങ്ങൾ തരത്തില്ല. അതെ, അല്ല അടുത്ത ഓൾറെഡി തീരുമാനിച്ചല്ലോ അതിന്റെ അടുത്ത്. ഓക്കെ, ഇതാണ് നമുക്ക് അറിയേണ്ടിയിരുന്നത്. ഇപ്പം ഒരു മലയാളി എന്ന നിലയ്ക്ക് ഫിഫ വേൾഡ് കപ്പിന്റെ പിന്നിൽ കൈവച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ അറിയുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ശരിക്കും നല്ല എക്സ്പ്ലോഷൻ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും. പിന്നെ ഗ്രൗണ്ടിൽ നേരിട്ട് കളി കാണാൻ പറ്റി. ഓക്കെ, മലയാളിയെ നല്ലൊരു ഇനി മുന്നോട്ട് ഇതേപോലെ ചലഞ്ചിങ് ആയിട്ട് വലിയ വലിയ ഷോസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ, അല്ലെങ്കിൽ സൗണ്ട് എഞ്ചിനീയർ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക്സ് ഡാനി. ഈ ഒരു ഷോർട്ട് ടൈമിൽ നമുക്ക് ജോയിൻ ചെയ്ത് ഒരുപാട് നന്ദിയുണ്ട്. Okay, thank you so much. Okay, thank you. Bye. Thank you so much.